എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. അതായത് നമ്മൾ ആരും തന്നെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഈ വോട്ടാണ് പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഇന്ന് ആ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം അറിയാവുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇതിനെ നമുക്ക് ഇവിടെ ഒരു വീടുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാം. അതായത് ഒരു വലിയ വീട്, അതിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും കൂടെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് വലിയൊരു ബഹളമായിരിക്കും, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ചിലപ്പോൾ അത് വലിയൊരു കൂട്ടത്തല്ലിലുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ ഇന്ന് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ പാചകം ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും സംഭവിക്കുന്നത്. അതായത് 140 കോടി ജനങ്ങൾക്ക് ഒരുമിച്ച് ഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളുടെ അധികാരം നമ്മൾ ചിലരെ ഏൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വോട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പവർ ഓഫ് അറ്റോർണിയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ ആകെ 543 കഷ്ണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ലോകസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും. ഉദാഹരണത്തിന് തിരുവനന്തപുരം, വയനാട്, വടകര, അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ മണ്ഡലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ്. ഓരോ 5 വർഷത്തിലുമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് വോട്ട് എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാവും. അത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. നിയമപരമായിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ MP-ക്കാണ്. ഈ വിജയിച്ചു വരുന്ന MP-മാരെല്ലാവരും കൂടെ ഡൽഹിയിലെ പാർലമെന്റിൽ പോയി അവിടെ ഇരിക്കും. അവിടെയാണ് യഥാർത്ഥ കളി നടക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാർലമെന്റിൽ 2 ഭാഗങ്ങളുണ്ട്. അതായത് 1 എന്ന് പറയുന്നത് ലോകസഭ, 2 എന്ന് പറയുന്നത് രാജ്യസഭ. ഇതിൽ ലോകസഭയ്ക്കാണ് യഥാർത്ഥ പവർ ഉള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകസഭയ്ക്ക് അത്രയും ഒരു പവർ അവിടെ ലഭിക്കുന്നത്. ഈ ഒരു ലോകസഭയിൽ ആകെ 543 പേരുണ്ടാവും. ഇതിനെ ഇവിടെ നമ്മളൊരു ക്ലാസ് റൂം ആയിട്ട് ഒന്ന് സങ്കല്പിക്കുക. ആ ഒരു ക്ലാസ്സിലെ ലീഡർ ആയിരിക്കും പ്രധാനമന്ത്രി. പക്ഷെ ഇവിടെ ആര് ലീഡർ ആകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ആ ഒരു ക്ലാസ്സിലെ ഭൂരിപക്ഷം കുട്ടികളാണ് അത് തീരുമാനിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ് ലോകസഭയിലും നടക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ ഭരിക്കാൻ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വേണ്ടത് പകുതിയിൽ കൂടുതൽ സീറ്റുകളാണ്. ഇവിടെ 543 മണ്ഡലങ്ങളുണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 271.5 എന്നുള്ള ഒരു നമ്പറാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 272 സീറ്റുള്ള പാർട്ടിക്ക് നമ്മുടെ രാജ്യം ഭരിക്കാൻ സാധിക്കും. ഈ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് 272 സീറ്റ് കിട്ടിയാൽ അവർക്ക് വിചാരിക്കുന്ന ആളെ പ്രധാനമന്ത്രിയാക്കാനും സാധിക്കും. പക്ഷേ ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെയാണ് കൂട്ടുകക്ഷി ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്. അതായത് ചെറിയ കുറച്ച് പാർട്ടികൾ ചേർന്ന് 272 സീറ്റുകൾ തികയ്ക്കും. ഇത് ഒരു ഫുട്ബോൾ ടീമിനെയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ്. അതായത് പല ക്ലബ്ബുകളിൽ നിന്ന് ആൾക്കാർ വരും, പക്ഷേ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കും, ഇന്ത്യ ഭരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ 272 പേരുള്ള പിന്തുണയുള്ള പാർട്ടിയുടെ നേതാവ് രാഷ്ട്രപതിയുടെ അടുത്ത് പോകും. എന്നിട്ട് രാഷ്ട്രപതിയോട് പറയും, എനിക്ക് ഇത്ര സീറ്റിന്റെ ഭൂരിപക്ഷമുണ്ട്, എന്നെ പ്രധാനമന്ത്രിയാക്കണം എന്ന്. രാഷ്ട്രപതിക്ക് ഈ ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കും. പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രിക്ക് ഒരുപാട് അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. മന്ത്രിമാരെ നിശ്ചയിക്കാം, അതേപോലെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ ഒപ്പിടാം, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളിൽ അധികാരം ലഭിക്കും. അങ്ങനെ ഒരുപാട് അധികാരങ്ങൾ ഈ ഒരു പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിക്ക് ലഭിക്കും. അപ്പോഴും ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്, അതായത് 272 സീറ്റിന്റെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ചെയ്യുന്ന വോട്ടിൽ നിന്നാണ്.
അപ്പോൾ നമ്മുടെ വോട്ടാണ് നമ്മുടെ MP-യെ തീരുമാനിക്കുന്നത്. ഈ MP-മാരെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആരായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്തായാലും ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക.